الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك اليوم الوعيد وجاءت كل نفس معها سائق وشهيد. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പടച്ച റബ്ബ് പ്രദാനം ചെയ്യുന്നു എന്ന് പലപ്പോഴും ഒരുപാട് അനുഭവങ്ങളിലൂടെ നാം ബോധ്യപ്പെടുന്നു. സുഗമമായ ഒഴുക്കിനിടയിൽ പെട്ടെന്ന് ആ ഒഴുക്ക് നിലക്കുന്ന ചില രംഗങ്ങൾ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ ഒഴുക്ക് വഴിമാറിപ്പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. മനുഷ്യൻ വളരെ ദുർബലനാണ്, അവൻ്റെ തീരുമാനങ്ങൾ ദുർബലമാണ്. എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കുന്നതും എടുക്കുന്നതും അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ആ ബോധവും ബോധ്യവും അനേകം സംഭവങ്ങളിലൂടെ നാം ബോധ്യപ്പെടുത്തുന്നു, തെര്യപ്പെടുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേർപാട് എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖമാണ്. അതൊരു യാത്രയാകുമ്പോഴും അതിനപ്പുറം തിരിച്ചു വരാനാകാത്ത ഒരു മരണയാത്രയാണെങ്കിൽ അതിലേറെ. ഇനി എന്ന് കാണും എന്നുള്ള ഒരു വിങ്ങലുണ്ട്. മനുഷ്യ സഹജമായ അനേകം സംഭവങ്ങൾ നമ്മളങ്ങനെ വായിക്കുന്നു, കാണുന്നു, അനുഭവിക്കുന്നു. വിരഹങ്ങൾ മനുഷ്യന് വേദനയാണ്. രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ വേദന എത്രത്തോളമാണോ അത്ര വേദനയുണ്ടാകുമത്രേ കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞു മനസ്സിന്. നഷ്ടങ്ങളും വിനഷ്ടങ്ങളും എല്ലാവർക്കും മനസ്സിനുണ്ടാക്കുന്ന കോറലുകളും ആദികളും വ്യാധികളും ദുഃഖങ്ങളും അത് അനുഭവിക്കുന്നവന് മാത്രം അറിയുന്നതാണ്. അത് അയാൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനാകില്ല. സങ്കടങ്ങൾ ചിലപ്പോൾ പങ്കുവെക്കാനാകില്ല. അതെത്രമേൽ പങ്കുവെക്കുമ്പോഴും അത് ഉള്ളിലേക്ക് ഇരച്ച് അരിച്ച് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ തലം.
അത് കൂടപ്പിറപ്പുകളുടെ മരണമാകുമ്പോൾ അതിലേറെ ദുഃഖമാണ്. ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാരും മോശക്കാരായിരുന്നില്ല. വഹയി വരുന്ന ഒരു പ്രവാചകന്റെ കഥയുണ്ട്. ലോകത്ത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയുണ്ട്. 40 കൊല്ലത്തോളം ജനങ്ങൾ ഒന്നാകെ അല്ലമീൻ എന്ന് വിളിച്ച് ആദരിച്ച് സ്നേഹിച്ച ഒരു മനുഷ്യന്റെ കഥയുണ്ട്. വ്യക്തി ജീവിതത്തിന്റെ ദുഃഖങ്ങൾ അതൊരുപാടാണ്. ഇബ്രാഹിമിന്റെ മരണവാർത്ത എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. രക്തം വിട പറയുന്നത് അസഹനീയമാണ്. ഒരു പിതാവ് മരിക്കുന്നത് മകന് താങ്ങാൻ സാധിക്കും ചിലപ്പോ. പക്ഷെ അയാൾ ജന്മം നൽകിയ ഒരു മകൻ വളരെ നേരത്തെ മരിച്ചു പോകുന്നത് ആൾക്ക് താങ്ങാനാകില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളിൽ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നും നമുക്ക് ബാധകമല്ല എന്ന തരത്തിൽ നമ്മളങ്ങനെ കടന്നു പോകുന്നു. അവിടെയാണ് 1.5 വയസ്സുള്ള ഇബ്രാഹിമിനെ കൈവെള്ളയിലിട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പിയ ഒരു ചരിത്രമുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണെന്ന് ചോദിച്ചത്, എന്തു പറ്റി നിങ്ങൾക്ക്? അത്രമേൽ പ്രവാചകൻ കരയുന്നുണ്ടായിരുന്നു. ഒഴുകി വരുന്ന ആ കണ്ണുനീരിനെ കാരുണ്യത്തിന്റെ പ്രവാഹം എന്ന് അഷ്റഫുൽ ഖൽഖ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി കൊടുത്തു. അതാ ജീവിതം. അങ്ങനെയാണ്. തീരുന്നില്ല. സൈനബിന്റെ മകൾക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ട് നബിയുടെ അടുത്ത് ആള് വരുന്നുണ്ട്. അപ്പോഴൊക്കെ പ്രവാചകൻ പറയുന്നു, സമാധാനിക്കുക. ഇന്ന ലില്ലാഹി മാ അഖദ വമാ അഅതാ വകുല്ല ശൈഇൻ ഇൻദഹു മുസമ്മൻ ബൽ തസ്ബിർ വതഹ്തസിബ്. ഒക്കെ പ്രവാചകൻ ആശ്വസിപ്പിച്ചു പറയുന്നുണ്ട്. അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹു അത് തിരിച്ചെടുക്കുന്നതുമാണ്. നൽകിയതും അവൻ്റേത്, തിരിച്ചെടുക്കുന്നതും അവൻ്റേത്. എല്ലാത്തിനും അള്ളാന്റെ അടുക്കൽ ഒരവധിയുണ്ട്. അതുകൊണ്ട് മോളെ ക്ഷമിക്കുക, സഹനം ഉൾക്കൊള്ളുക എന്നൊക്കെ മകൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെയും വരുന്നു, നിങ്ങൾ വരണം പ്രവാചകരെ. ബാപ്പയെ മകൾ വിളിക്കുകയാണ്. അങ്ങനെ 3-4 തവണ ആവർത്തിച്ചപ്പോ ആ ബാപ്പ കടന്നു ചെല്ലുന്നു ആ വീട്ടിലേക്ക്. നബിയുടെ മകളായ സൈനബിന്റെ മകൾക്ക് കലശലായ അസുഖമാണ്. ആ മകളെ നബി മടിയിലിരുത്തിയപ്പോ ആ മകൾ ശ്വാസം വിടാൻ പ്രയാസപ്പെടുന്നത് നബി കണ്ടു. അതുവരെ ഉപദേശിച്ച നബിയാണ്, പക്ഷേ അനുഭവം മറ്റൊന്നാണ്. റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. അത് കണ്ടപ്പോ കൂടെയെന്ന് സഅദുണ്ട്, കൂടെയെന്ന് ഉസാമയുണ്ട്, കൂടെയെന്ന് ഉമയ്യയുണ്ട്. സഅദിന്റെ ഒരു ചോദ്യമുണ്ട്. വഖാല മാ ഹാദാ യാ റസൂലല്ലാഹ്, എന്താണ് ഈ കാണുന്നത് നബിയെ? ഞങ്ങൾ എന്താണ് ഈ കാണുന്നത് നബിയെ? അപ്പൊ ഒരു മറുപടി, ഹാദിഹി റഹ്മ, ഇത് കരുണയാണ്. യളഅഹുല്ലാഹു ഫീ ഖുലൂബി മൻ യശാഉ മിൻ ഇബാദിഹി വഇന്നമാ മൻ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറഹമാ. കരുണയുള്ളവരുടെ മനസ്സിൽ അല്ലാഹു നിക്ഷേപിക്കുന്ന കാരുണ്യമാണ് ഈ ഒഴുകി വരുന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വലിയ പാടാണ്. ഇവിടെ പേരക്കുട്ടിയുടെ മരണമാണ്. സഹീഹ് ബുഖാരിയിൽ ആ സംഭവം പുള്ളി വിടാതെ അങ്ങനെ തന്നെ പ്രതിപാദിച്ചു കാണാം. ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ വേർപാട്. 50 വയസ്സ് നബിക്ക് തികയുന്ന ഒരു ദിവസമുണ്ട്, ഒരു കാലമുണ്ട്. അപ്പോഴാണ് നബി മരണം കൊണ്ട് ഏറ്റവും പ്രയാസപ്പെടുന്നത്. അതാ നാട്ടുകാര് മുഴുവൻ ആക്രമിക്കാൻ വരുമ്പോ ഉരുക്ക് ഭിത്തി പോലെ തടുത്തു നിന്ന് കൊടുത്ത അബൂ ത്വാലിബിന്റെ വിയോഗമാണ്. അത് നബിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. ജനം മുഴുവൻ എതിരിട്ട് വരുമ്പോഴും അബൂ ത്വാലിബും അതീ നബിക്ക് സഹനമായി, പരിചയായി, ആക്രമണങ്ങൾ തടുക്കാൻ, എതിർപ്പുകൾ തരണം ചെയ്യാൻ.
പക്ഷെ അബൂ താലിബിന്റെ വേർപാട് നബിക്കുണ്ടാക്കിയ ദുഃഖം ജീവിതം അത്ഭുതകരമാണ്. അത് നബിയുടേതാകുമ്പോ ഏറ്റവും ആശ്ചര്യജനകവുമാണ്. 3 ദിവസം കഴിഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. 3 അയ്യാം, 3 ദിവസം പിന്നിട്ടപ്പോ വേറെ ഒരു മരണം. അബൂ താലിബിനെക്കാളും പ്രിയപ്പെട്ട നബിയുടെ ജീവിത പങ്കാളിയായ വഹ്യ് വന്നപ്പോ ആദ്യമായിട്ട് അത് ഏറ്റെടുത്ത, ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു തന്ന, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല എന്ന് ഒരു സഹധർമ്മിണി ജീവിതത്തിൽ എത്രത്തോളം ഒരു കുടുംബത്തിന് തണലും താങ്ങും ആയിത്തീരുമോ അതിന് ഖിയാമം വരെ മാതൃക പറയുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം. 65 വയസ്സ് ഖദീജക്ക് തികയുന്നു, നബിക്ക് 50 വയസ്സ് തികയുന്നു. റസൂലുള്ളാഹി അത് സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ആ ചരിത്രം ഇങ്ങനെ നമ്മൾ വായിച്ചു പരതുമ്പോ അത്ഭുതം തോന്നും. 3 ദിവസം മുമ്പ് അബൂ താലിബ് മരിച്ചപ്പോ അബൂ താലിബിനെ ഖബറിൽ ഇറക്കുന്നത് മകനായ അലിയാണ്. അന്ന് നിസ്കാരത്തിന്റെ നിയമം വന്നിട്ടില്ല. മയ്യത്ത് നമസ്കാരത്തിന്റെ നിയമങ്ങളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ ഖബറിൽ ഇറക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ്. അതാണ് ആ ജീവിതം. നബി തന്നെയാണ് ഖദീജയെ ഖബറടക്കിയത്. പിൽക്കാലത്ത് ആയിഷ ബീവിയോടൊരു വർത്തമാനം പറയുന്നുണ്ട്. ആയിഷ, നീ എന്തിനു ഭയപ്പെടണം, നിനക്ക് ഞാനുണ്ട് നിന്റെ കൂടെ. ലൗ മുത്തി ഖബലി, എനിക്ക് മുമ്പെങ്ങാനും നീ മരിച്ചാൽ ലഗസൽതുകി ആയിഷ, നിന്നെ ഞാൻ കുളിപ്പിക്കും. വകഫൻതുകി, ഞാൻ തന്നെ നിന്നെ കഫൻ ചെയ്യും ആയിഷ. വദഫൻതുകി, ഞാൻ തന്നെ നിന്നെ മറവ് ചെയ്യും ആയിഷ. നിയമമൊക്കെ വന്നതിന് പിന്നെ ആയിഷ ബീവിയോട് പറയുന്ന വാക്കാ. അപ്പോഴും ഭൂതകാലത്തിന്റെ ഓർമ്മയുണ്ട്. അത് നബിയുടെ ഖദീജയെ ഖബറിലിറക്കിയത് അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്. ആ ചരിത്രം ഇങ്ങനെ നീളുന്നു. എല്ലാത്തിനും നഷ്ടാനുഭവിക്കുണ്ടാകുന്നു. ആരുമില്ല. അങ്ങനെ തായിഫ് യാത്രയ്ക്ക് ഉണ്ടാകുന്നത് അങ്ങനെ. അവിടെ നിന്ന് നിരാശപ്പെട്ടു വന്നു. ഇനി താങ്ങാനും തണലേകാനും മക്കയിൽ ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹിനെ അല്ലാഹ് മാനത്തേക്ക് വിളിച്ചു. അതാണ് ഇസ്റാ വൽ മിഅ്റാജ് എന്ന ചരിത്രം നബിയുടെ നുബുവത്തിന്റെ, നബിയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്നത്. അള്ളാഹു നബിയെ കൈവിടൂല എന്ന് ബോധ്യപ്പെടുത്തി. വിശ്വാസികളായ നമുക്കത് വലിയ പാഠമാണ്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വരുന്ന ഒരാളെ കഥയുണ്ട്. കാന യഅതി അൻ-നബിയ വമഅഹു ഇബ്നുൻ സ്വാലിഹ് വമഅഹു ഇബ്നുൻ ലഹു. അയാൾക്കൊരു നല്ല മകനുണ്ടായിരുന്നു. ആ മകന് എപ്പോഴും അയാളെ കൂടെ ഉണ്ടാവും. പള്ളിയിൽ ആ സഹാബി വരുമ്പോ ആ സഹാബിയുടെ കയ്യിൽ തൂങ്ങി എപ്പോഴും ആ ഒരു മകനുണ്ടാവും. അതെല്ലാവരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പൊ നബി ഒരിക്കൽ ചോദിക്കുന്നുണ്ട് അയാളോട്, നിനക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണോ എന്നൊരു ചോദിക്കുന്നു. അതിന് അയാൾ പറയുന്ന ആ സഹാബി പറയുന്നൊരു മറുപടി, മുസ്ലിമിന് തുർമുദിയിലൊക്കെ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. യാ റസൂലല്ലാഹ് അഹബ്ബകല്ലാഹു കമാ ഉഹിബ്ബുഹു. ഇഷ്ടത്തിന്റെ ഒരു ആഴാണത്. അഹബ്ബകല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ. കമാ ഉഹിബ്ബുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന പോലെ. എന്തൊരു ഉപമയാണത്. ഞാൻ അവനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ. അഹബ്ബകല്ലാഹു കമാ ഉഹിബ്ബുഹു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ആ മനുഷ്യനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു. അപ്പൊ നബിക്ക് വിവരം കിട്ടിയ അയാളുടെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ആ വിഷമം കാരണം അയാൾ പുറത്തു പോലും ഇറങ്ങാതെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. നബി ആളെ അയച്ചു വരുത്തി. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, അമാ തുഹിബ്ബു, നിനക്കിഷ്ടാണോ അൻതഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ അവിടെ നീ എത്തുന്നു. വജത്തഹു അലൈഹി യൻതദിറുക, നിന്നെ പ്രതീക്ഷിച്ചിട്ട് നിന്റെ മകൻ അവിടെ കാത്തു നിൽപ്പുണ്ട്. അത് നിനക്കിഷ്ടമാണോ? അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. ജീവിതം അങ്ങനെ. അപ്പൊ ഒരു സഹാബിയുടെ ചോദ്യമുണ്ട്, അലഹു ഖാസത്തുൻ ലക അലഹു ഖാസത്തുൻ ലഹു യാ റസൂലല്ലാഹ് അം കുല്ലിൻ.
അത് അദ്ദേഹത്തിന് മാത്രമുള്ളതാണോ, അത് ഇതുപോലെ മക്കൾ നഷ്ടപ്പെട്ട എല്ലാവർക്കുമുണ്ടോ എന്ന് ചോദ്യം. അപ്പൊ എല്ലാവർക്കുമുണ്ട് എന്ന ഒരു മറുപടി. 2-3 ദിവസമായിട്ട് നമ്മൾ പത്രങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ചില മരണവാർത്തകൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ സങ്കടം തോന്നും. 15 വയസ്സുള്ള കുട്ടി, 13 വയസ്സ്, 10 വയസ്സ്, 8 വയസ്സ്, പിന്നെ 5 വയസ്സ്, 4 മക്കളെയും ഒന്നിച്ച് ഒരപകടത്തിൽ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ. അങ്ങനെ ഒരു പ്രതീക്ഷ ഒരാളെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരാളും കണക്കൂട്ടില്ല. അതുണ്ടാകുമെന്നൊരാൾക്ക് താല്പര്യവുമില്ല, അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ദുബായിലെ മുഹൈസിനയിലെ മസ്ജിദ് ശുഹദാഇന്റെ സമീപത്തെ ഖബർസ്ഥാനിൽ ആ മക്കളെ 2 ദിവസം മുമ്പ് ഇങ്ങനെ ഇറക്കുമ്പോ ആ മനുഷ്യൻ വീൽ ചെയറിൽ അവിടെ വരുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു കാഴ്ച എന്ന് പറയുന്നു. ഇത് വല്ലാത്തൊരു പാഠമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ അഹങ്കാരങ്ങൾക്കിടയിൽ, ഈ അസൂയകൾക്കിടയിൽ, ഈ പകകൾക്കിടയിൽ, ഈ കുതികാൽ വെട്ടലുകൾക്കിടയിൽ, ഈ പരസ്പരമുള്ള വിദ്വേഷങ്ങൾക്കിടയിൽ അവിടെ അല്ലാഹു പറയുന്നത് വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്, മരണത്തിന്റെ വെപ്രാളം അത് നേരാമണ്ണം കടന്നു വരും. സത്യമാണ്. ദാലിക മാ കുന്ത മിൻഹു തഹീദ്, നീ അതിലേക്ക് ഒഴിഞ്ഞങ്ങനെ പോകും. കാഹളത്തിൽ ഊതപ്പെടും. അന്ന് നിന്നെ അനയിക്കും. നിന്റെ കൂടെ അനയിക്കാനും നിന്റെ കൂടെ സാക്ഷിയും അന്നുണ്ടാകും. മനുഷ്യന്റെ ഐഹിക ജീവിതം എന്ന് പറയുന്നത് പടച്ചോൻ തരുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഈ മക്കൾ എന്ന് പറയുന്നത്. മക്കൾ നന്നാകണം. അത് 2 ലോകത്തും അങ്ങനെ ആകണം. ഒരുപാട് സംഭവങ്ങൾ സംബന്ധമായിട്ട് ഹദീസുകളിൽ ഇങ്ങനെ വായിക്കാൻ കഴിയും. കോന്തല പിടിച്ച്, നിങ്ങളുടെ തുണിവിടെ തെല്ല് പിടിച്ച് നേരത്തെ പോയ മക്കൾ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകും. അവർക്ക് ബൈത്തുൽ ഹംദ് എന്ന ഒരു പ്രത്യേക വീട് അള്ളാഹു ഇവിടെ നിശ്ചയിക്കുന്നു എന്ന് ഒക്കെ കാണുന്നു. അങ്ങനെ ഒരു ആശ്വാസം പറയാതെ ഈ മനുഷ്യൻ എങ്ങനെ താങ്ങാൻ? മനുഷ്യൻ സാധ്യമാണ്. അസാധ്യമായ ദുഃഖമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് മതവിശ്വാസത്തിന്റെ പ്രസക്തി. അവന് പറഞ്ഞു കൊടുക്കാം, സ്വർഗത്തിൽ നാളെത്തുമ്പോ ഈ മക്കള് 4 പേര് കൈപിടിച്ച് നിന്നെ കൊണ്ടുപോകും സഹോദര. ഉമ്മയെയും ഉപ്പയെയും അവർ 2 പേരെയും അവരെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ എത്ര ബുദ്ധിജീവിയായിട്ടൊരു കാര്യമില്ല. എന്താ പറയാ, അത് സാരില്ലഞ്ഞ് അടുത്ത കുട്ടികളൊന്നും അങ്ങനെ കഴിയില്ലോ. ഇതൊരു വികാരമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. മക്കള് വല്ലാത്തൊരു വികാരമാണ്. നൂഹേ, നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ, വിശ്വാസമില്ലാത്ത ഒരാളെ പറ്റിയും വലാ തുഖാതിബ്നി, അല്ലാഹ് പറഞ്ഞതാ നൂഹ് നബിയോട്, എന്നോട് പറയരുതട്ടോ. മഴ വരും, വെള്ളം വരും, വെള്ളപ്പൊക്കം വരും, ഭൂമിയിൽ നിന്നും മാനത്തുനിന്നും വെള്ളം വരും. എന്നിട്ടും ആ ബാപ്പ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ ബുനയ്യർകം മഅനാ, പൊന്നുമോനെ ഈ കപ്പലിൽ വന്ന് കേറുവോ? ഇന്നഹു മിൻ അഹ്ലി എന്ന് പറയുമ്പോ ലൈസ മിൻ അഹ്ലിക, നിന്റെ മോൻ നിന്റെ കുടുംബക്കാരനല്ല എന്ന് അല്ലാഹു നൂഹിന് തിരുത്തി കൊടുക്കുകയാണ്. അതാണ് ബാപ്പ. മക്കളെത്ര അകന്നു പോയാലും, മക്കളെത്ര എതിര് കാണിച്ചാലും, മക്കളെത്രമേൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും, ഒരു പിതൃഹൃദയം എന്ന് പറയുന്നൊരു സംഗതി ഓരോ മനുഷ്യന്റെയും നെഞ്ചകത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് പ്രധാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ മരണം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഷോക്കാണ്. അത് താങ്ങുക എന്നുള്ളത്, അത് ക്ഷമിക്കുക എന്നുള്ളത് ഒരു കരുത്താണ്. ബസ് ഇങ്ങനെ കാത്തു നിൽക്കുക, അത്ഭുതല്ലേ? ആരെയും പ്രതീക്ഷിക്കും വിജയിച്ച് ജനപ്രതിനിധിയായി വലിയൊരു സംഭവമായി ഇങ്ങനെ ആഘോഷം, ആരവം, ആർപ്പുവിളി. പക്ഷെ എല്ലാത്തിനും ആയുസ് എത്ര ചെറുതാണ്. എങ്ങു നിന്നോ വന്നൊരു വാഹനം ശരീരത്തിൽ കയറി ഇറങ്ങുമ്പോൾ അത് ജീവിതത്തിന്റെ അവസാനമാകുക. വളരെ പെട്ടെന്ന് ആറടി മണ്ണിലേക്ക് പോവുക.
അള്ളാഹു ആ സഹോദരിയുടെ ഖബറിടം സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് താങ്ങാൻ കുടുംബത്തിന്, മക്കൾക്ക്, ഭർത്താവിന് കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൊക്കെ വലിയ പാഠമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുക, നന്നാവാൻ ശ്രമിക്കുക. അള്ളാഹു ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.